പ്രവീൺ ചില പോസ്റ്റുകളൊക്കെ ഇട്ടതായിട്ട് കണ്ടു. അതിനു മുമ്പ് ആരിഫിനോട് ചോദിക്കട്ടെ. ആരിഫ് ഇപ്രാവശ്യം പ്രോ LDF ആണ്. അതെ അതെ, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ കാരണം എന്താ? അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് നമ്മള് ഒന്നാമത്തെ കാര്യം നമ്മൾ തല പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, UDF വന്ന ആരിഫിനെ എന്താ ആരെങ്കിലും മൂക്കിക്കല്ലോ? മൂക്കിക്കേറ്റൊന്നുമല്ല. ഇത് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 2 വശങ്ങളാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ പേഴ്സണൽ വശം അതിനകത്ത് വരുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ തമാശക്ക് വേണ്ടി പറയാം. ഒരു കാര്യം പറയട്ടെ, സഖാക്കന്മാർ എപ്പോഴും പറയാം, ഞങ്ങളുള്ളതുകൊണ്ടാടാ നീയൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഏത്തിസം ഒക്കെ പ്രസംഗിച്ച് നടക്കുന്ന പണ്ട് സഖാക്കന്മാർ പറയാം. അത് സത്യമാണോ? ഒരു പരിധി വരെ സത്യമാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ആണോ? കാരണം BJP ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നാണ് BJP-ക്കാർ പറയാറ്. അത് നുണയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ BJP ഉള്ള UP-യിൽ ഇത് പറയാൻ കഴിയില്ല. BJP ഉള്ള മറ്റേ ഇതുപോലെ ഈ ഹിന്ദുത്വ പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ എക്സ് മുസ്ലിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല. എക്സ് മുസ്ലിം ആംഗിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ പോലും കേരളത്തിൽ വന്നും മറ്റു സ്ഥലങ്ങളിൽ ഒളിച്ചിരുന്നൊക്കെയാണ് ചെയ്യുന്നത്. ഒരു 2-3 ആളുകൾ കേരളത്തിൽ ഒളിച്ചിരുന്നാണ് അവരുടെ ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വന്നതെല്ലാം തന്നെ BJP ഉള്ള സ്ഥലത്തു നിന്നാണ്. ഇനി BJP ഉള്ള സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ പലരും അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്ന അവസ്ഥയില്ല. നുപൂർ ശർമ്മ വിഷയം BJP-ക്കാർക്ക് പോലും രക്ഷയില്ല, പിന്നെയാണല്ലോ ബാക്കി. അപ്പൊ BJP ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നതെന്ന് പറയുന്നതിൽ BJP-യുടെ പ്രസൻസ് കൊണ്ടല്ല ഇവിടെ സംഭവം. പക്ഷെ BJP ഗവൺമെന്റിന്റെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു വിഷയം. പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പോയപ്പോ നമ്മുടെ ത്രെട്ടിന്റെ ഒരു അളവ് കുറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരും കുറെ പേടിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കും അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ട് ഈ സെൻട്രൽ ഈ ഒരു ഏജൻസീസ് ഒക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് കുറെ കൂടി ആ കാര്യങ്ങൾ എളുപ്പമായതുകൊണ്ട് അവരൊന്ന് പേടിക്കണം തന്നെയാണ് നല്ലത്. കാരണം പഴയ മാതിരി അല്ല, കൂട്ടിയ പിന്നെ പുറലോകം കാണില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. അതൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മളുടെ ഈ ഒരു മലയാളി മൈൻഡ് സെറ്റിന് ഒരു വലിയൊരു പങ്കുണ്ട്. ഒരു രാഷ്ട്രീയ ബോധം, അത് ഒരു ഇമ്പോർട്ടൻ്റ്. അത് എനിക്ക് തോന്നുന്നത് സഖാക്കന്മാർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതിലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു പൊതുബോധം, പൊതുമണ്ഡലം കുറെ കൂടെ, അതായത് ഒരു സഖാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇടതല്ലേ. പൊതുവെ കേരളം എന്ന് പറയുന്ന ഒരു ഇടത് ഒരു മൈൻഡ് സെറ്റ് ആണ്. ഇപ്പോ അതിലൊരു ഫാർ ലെഫ്റ്റും ഒരു സെൻട്രൽ ലെഫ്റ്റും അങ്ങനെയാണ് നമുക്കിപ്പോ അതിനകത്ത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനത്തെ സത്യത്തിൽ അത് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ LDF ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് പക്ക ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കാര്യങ്ങൾ നടന്നു പോകാൻ എന്ത് ചെയ്യണോ അത് ചെയ്യും. മറ്റേ അണികൾക്ക് താത്വികമായ അവലോകനം ഒരു സൈഡിൽ കൂടെ നടക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധം നിലനിൽക്കുക എന്നുള്ളതാണ്. ഈ ജനാധിപത്യം വേണം എന്നുള്ള ബോധം, അതിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ബോധം. സഖാക്കന്മാർക്ക് ജനാധിപത്യ ബോധം ഉണ്ടോ? സഖാക്കൾക്ക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യം ഞാൻ കൊടിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെ, ജനാധിപത്യം സോഷ്യൽ. അതെ, ഈ ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ വരുമ്പോ അവര് വാളെടുക്കലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ വേറൊരു ആളുടെ വിഷയം വരുമ്പോ അതിനകത്ത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ചാടി വീഴും. അത് പൊതുവെ കേരളത്തിനുള്ളൊരു ചിത്രമാണ്. സുഡാപ്പികളും അങ്ങനെ തന്നെയല്ലേ എല്ലാരും. കാരണം ജനാധിപത്യം അവർക്ക് ആവശ്യമാണ്. ബിക്കോസ് ടു സർവൈവും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അവർക്ക് ജനാധിപത്യം ആവശ്യമാണ്. പക്ഷെ വൺസ് അവർ പവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ they don't need it. അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യമാണ് സത്യത്തിൽ നമുക്ക് ഗുണകരമാവുന്നത്. അതുകൊണ്ടാണ് ഈ ഇടത് കൂടുതൽ ഇടതാവാത്തത്, വലത് കൂടുതൽ വലതാവാത്തത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളിത് എന്തിനാ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള 2 കാരണങ്ങളാണ്. ഒന്ന്, ഒരു നിലവിലത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ കുറെ അഴിമതി ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ഗോൾസ് പ്രകാരമായിട്ടുള്ള സംഗതികൾ, അടിസ്ഥാനപരമായിട്ടുള്ള കുറെ വിഷയങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയൊരു കാര്യം. അപ്പോൾ ഇതിനൊരു കണ്ടിന്യൂറ്റി കിട്ടുന്ന തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറൊരു കാര്യം ഇപ്പൊ കോൺഗ്രസ് വരികയാണെന്ന് വിചാരിക്കാം. കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP-യുടെ ലക്ഷ്യം. BJP ഈ കേരളത്തിൽ ഭരിക്കുന്ന കോൺഗ്രസിനെ വീണ്ടും വരിഞ്ഞു മുറുക്കാനേ ശ്രമിക്കും. കേരളത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ മോശമാണ് ഇപ്പൊ തന്നെ. അപ്പൊ ഈ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയുന്നത് അവർ ചോദിച്ചിട്ട് പലതും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല. അപ്പൊ കോൺഗ്രസ് VD സതീശന്റെ സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ വന്നു കഴിഞ്ഞാൽ എന്തായാലും കൊടുക്കാൻ പോകുന്നില്ല, ഇത്രയും പോലും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ കുറെ കൂടെ ടൈറ്റ് ചെയ്യും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. കടത്തിന്റെ മുകളിൽ കടത്തിലാണ് പോകുന്നത്.
ഇപ്പൊ കടമെടുക്കുന്നത് ഒരു മോശം കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കടം എന്തിനു ഉപയോഗിക്കുന്നു എന്ന് നോക്കുമ്പോഴാണ് പ്രശ്നം. അത് മുഴുവൻ സാലറി കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പലിശ കൊടുക്കാനും അതിൻ്റെ ഒരു 80% അതിനാ പോകുന്നത്. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിലേക്കോ ഡെവലപ്മെന്റിലേക്കോ സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ല. സോ നമ്മൾ പൈസ കടമെടുത്തിട്ട് നിങ്ങൾ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ എത്തി നിൽക്കും? ഇപ്പം വി ഡി സതീശൻ്റെ ഞാൻ പല പോഡ്കാസ്റ്റും ഒക്കെ കാണുന്നുണ്ട്. ബട്ട് ഈ ഒരു ചലഞ്ചിനെ അഡ്രസ് ചെയ്ത് കണ്ടിട്ടില്ല. ഹൗ ദേ ആർ ഗോയിങ് ടു അഡ്രസ് ദിസ് ഇഷ്യൂ ഇൻ ഫ്യൂച്ചർ. കേന്ദ്ര സർക്കാർ കംപ്ലീറ്റ് കട്ട് ചെയ്ത്, അതായത് സംസ്ഥാനത്തിന് അവകാശമുള്ളത് കിട്ടും, റെക്കോർഡിക്കലായിട്ട് കിട്ടാനുള്ളത് കിട്ടും, അതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രോജക്റ്റ് കോൺഗ്രസ് പാർട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഗോണ ടു അക്സെപ്റ്റ്. പല മുട്ടാപ്പോക്ക് ന്യായങ്ങളും പറയാം. ഇപ്പൊ CPM ഇതെല്ലാം അനുവദിച്ചു കൊടുക്കും എന്നല്ല പറയുന്നത് ഞാൻ, പക്ഷേ എങ്കിലും അവർക്ക് കുറച്ചും കൂടി ഒരു ബാർഗെയിനിങ് പവർ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതെ, മാത്രമല്ല ഈ കിഫ്ബിയുടെ റോൾ ഉണ്ടല്ലോ ഇതിനകത്ത്. ഇവര് പല കാര്യങ്ങളും ചെയ്തത് ഇപ്പോ കിഫ്ബി ഒന്നും ശമ്പളം കൊടുക്കാനല്ലല്ലോ ഉപയോഗിച്ചിരുന്നത്, അത് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് അവർ അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് പലതും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കടമെടുക്കൽ എന്നൊക്കെ പറയുന്ന സംഗതിയിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ കിഫ്ബിയിൽ അവർ കണ്ടെത്തിയ പണം പോലും അത് സ്റ്റേറ്റിന്റെ കടമായിട്ട് കണക്കാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി, അത് സുപ്രീം കോർട്ടിലാണ് അത് നിൽക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ലേ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കിഫ്ബി ബേസിക്കലി എന്താ ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയത്, കുറെ ബ്യൂറോക്രാറ്റിക് ഇഷ്യൂസ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും നേരത്തെ കിട്ടിയിരുന്ന അവരുടെ തനത് വരുമാനങ്ങൾ, ടാക്സ് റവന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന തനത് വരുമാനങ്ങളെ കംപ്ലീറ്റ്ലി കിഫ്ബിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് കിഫ്ബി ഒരു സെൻട്രൽ ഏജൻസി പോലെ നിന്നിട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കും. ഇതിൽ പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ പ്രശ്നം വെച്ചാൽ കുറെ ബ്യൂറോക്രാറ്റിക് ഈ ഹഡിൽസ് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ബ്യൂറോക്രസി നമുക്കറിയാലോ, പല റെഡ് ടേപ്പിസം, അതിനെ ഒഴിവാക്കാൻ കിഫ്ബി ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ കിഫ്ബിയുടെ പ്രൊജക്ടുകളിലുള്ള എനിക്കുള്ള ഒരു എതിർപ്പ് എന്ന് പറഞ്ഞാൽ അത് മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു, ഇവരിപ്പം ടോളുകൾക്കെതിരാണെന്ന് പറയുന്നത്. ബട്ട് ടോളുകൾക്കെതിരായിട്ട് ടോള് കൊടുക്കുക, ഇപ്പൊ ടോൾ റോഡെ പോകുന്നോ മാത്രം ടോൾ കൊടുത്താൽ മതി. കിഫ്ബി വഴി പണിത് റോഡെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്. എങ്ങനെ? നിങ്ങളുടെ സെസ്സായിട്ട് നിങ്ങളെ വേറെ രീതി മേടിക്കണം. സോ യു ഹാവ് ടു ഫൈൻഡ് ദ റവന്യൂ സംവെയർ. അപ്പൊ അത് നാട്ടുകാരുടെ മുഴുവൻ, അതായത് റോഡ് ഉപയോഗിക്കാത്തവന്റെയും കൂടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് അവിടെ ഇത് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പൊ അത് എഫിഷ്യന്റ് ആവില്ല. അതാണ് നമ്മൾ ഇവര് ചിന്തിക്കുന്നത് ചിലപ്പോൾ ചെറിയ പൈസയിലേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ടോള് കൂടുതൽ പൈസ, ഒരു പെർ പേഴ്സൺ കൂടുതൽ പൈസ കൊടുക്കും. മറ്റേതാകുമ്പോൾ പെർ പേഴ്സൺ കുറച്ച് പൈസ കൊടുക്കണം. അവന്റെ ഡേ ടു ഡേ എക്സ്പെൻസിൽ അതങ്ങ് പിന്നെ പറഞ്ഞാൽ അത് അത്ര അഡ്രസ് ചെയ്യാതെ പോകും. സത്യത്തിൽ ടോളിനേക്കാൾ കൂടുതലാവില്ലേ? അത് ടോളിനേക്കാളും കൂടുതലാവും. മാത്രമല്ല അതിന് അക്കൗണ്ടബിലിറ്റി ഇതുണ്ടാവത്തില്ല. നിങ്ങളൊരു റോഡ് പണിത് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെൻസ് എത്ര? ഇപ്പൊ നമ്മുടെ ദേശീയപാതയിൽ ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പൊ ഈ പറയുന്ന BOT വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പല റോഡുകളുടെയും എക്സ്പെൻസും അതിനുവേണ്ടി അവര് റവന്യൂ അതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന തമ്മിൽ ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. മേ ബി ഫ്യൂച്ചറിൽ ഒരു ഡാഷ്ബോർഡ് ഒക്കെ വരുമായിരിക്കും. ഇപ്പൊ പല കമ്പനികളും, ഈ റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന പല കമ്പനികളും അവരെ അനുവദിച്ച് കൂടുതൽ പൈസ അതിനകത്തുനിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ നെവർ ടോൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ പോകും. അപ്പോൾ എനിക്ക് കിഫ്ബിയോടുള്ള ശരിക്കുള്ള ഒരു എതിരഭിപ്രായം ഇവിടെയാണ്. അതായത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ ഇൻഡിവിജ്വലി അതിന് അക്കൗണ്ടബിലിറ്റി കൂടുതൽ കാണും, അതിന്റെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കാണാൻ പറ്റും, നമുക്കത് എന്താ പറയുന്നത്, അതിന്റെ മെയിൻ്റനൻസ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് പോകുന്നതിന് പകരം ഇപ്പോഴും അതിനെ എല്ലാ പ്രൊജക്ടിനെയും സോഷ്യലൈസ് ചെയ്യണം. ബിക്കോസ് ദാറ്റ്സ് ദ ലോജിക് ബിഹൈൻഡ്. സ്റ്റേറ്റിന്റെ ഒരു സോഷ്യലൈസ് ചെയ്യുമ്പം നമ്മൾ വീട്ടിൽ വെറുതെ കിടന്നുറങ്ങുന്നവനും കിഫ്ബിക്ക് പൈസ കൊടുക്കണം, റോഡിന് പൈസ കൊടുക്കണം. പക്ഷെ ഞാൻ നോക്കുന്നത് കിഫ്ബി ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു അല്ല, മോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ ഈ ബ്യൂറോക്രസിയെ നിങ്ങൾക്ക് ഒരിക്കലും, ഇന്ത്യൻ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ചാലഞ്ച്. ഒരു പരിധി വിജയിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പോ ഞാൻ പറയാ, അത് ഇപ്പൊ ഒരു വേർഷൻ 1 ഒരു കിഫ്ബി 1 ആണ്. അതൊരു കിഫ്ബി 2 ആക്കി അതിനെ മാറ്റി അതൊരു കുറേ കൂടി ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് തന്നെ കിഫ്ബിയില് ഫണ്ട് ഷെയർ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. IPO പ്രഖ്യാപിച്ച് അവർക്കും കൂടി. അപ്പൊ ഇപ്പൊ റോഡ് ടോള് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ടോള് നമുക്ക് ഷെയർ ആയിട്ട് നമുക്ക് അതിന്റെ ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ മതി. ഇപ്പൊ ദുബായിലെ സാലിക് ടോൾ സിസ്റ്റം ആണ്. സാലിക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സാലിക് IPO വന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് സാലിക് ഈസ് ക്രിയേറ്റിംഗ് റവന്യൂ. സോ സംതിങ് ലൈക്ക് ദാറ്റ് ഇത് ചെയ്യാം ഈ ലെഫ്റ്റ് ഗവൺമെന്റ്. പക്ഷെ അത് അവർ ആ രീതിയിൽ ചിന്തിക്കുമോന്ന് അറിയത്തില്ല. ബട്ട് ഐ തിങ്ക് ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ ഇപ്പൊ പി രാജീവ് കിഫ്ബി തന്നെ ഒരു ആണെങ്കിലും ഇവരുടെ പ്രശ്നം, എനിക്ക് ഇടതുപക്ഷത്തോട്, ഇവര് ക്യാപിറ്റലിസത്തിന്റെ പല സാധനങ്ങളും കൊണ്ടുവരും.
എന്നിട്ട് അതിനെ ഇവര് ഒരു സോഷ്യലിസത്തിന്റെ ഇതിലേക്ക് ഒന്ന് പുതിയ. മുക്കിയെടുക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഫുൾ പൂർണ്ണമായിട്ട് ഫ്ലെഡ്ജിൽ കിട്ടില്ല. കിട്ടില്ല, റെസ്ട്രിക്റ്റഡ് ആവും. റെസ്ട്രിക്റ്റഡ് ആവും. അതിന് അതായത് സോഷ്യലിസത്തിന്റെ കുറെ കുഴപ്പങ്ങളും ക്യാപിറ്റലിസത്തിന്റെ ആ ഒരു ഫുൾ ബെനിഫിറ്റ് എഫക്റ്റീവ് മാസ്ക് അല്ലാതെ ചെയ്യാം. പോകും. അപ്പൊ അതിനൊരു എന്താ പറയുക, ഒരു ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനായി പോകുന്നു. ഇതാണ് എനിക്ക് ഇവരോടുള്ള എതിർപ്പിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. പിന്നെ എന്താണ്, ഇപ്പൊ പി രാജീവിനെ പോലെയുള്ള ആൾക്കാരൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് പുള്ളി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പി രാജീവിനെ ഒന്ന് സമപ്പ് ചെയ്ത് എങ്ങനെയിരിക്കും? പി രാജീവ് നമ്മളെ ആത്മനിഷ്ഠ ഘടകവും വസ്തുനിഷ്ഠ ഘടകവും കണ്ടിട്ടാണ് പി രാജീവിനെ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു മനസ്സിലുള്ള പി രാജീവ്. കഴിഞ്ഞ ദിവസം ഒരു സാധനം കണ്ടല്ലോ, നമ്മളൊരു സാധനത്തിനെ എതിർത്ത് പഠിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും അത് ഇവോൾവ് ചെയ്യുമ്പോൾ പിടികിട്ടുന്നില്ല. എല്ലാ ആൾക്കാരും ഇടതുപക്ഷത്തിരിക്കുന്ന ആൾക്കാരും തന്നെ ഒരു ബിസിനസ് കൾച്ചറിൽ നിന്ന് വന്നവരല്ല. അവര് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കൂടെ ഈ ബസ്സിന് കല്ലെറിഞ്ഞും സമരം നടത്തിയും മുതലാളിത്തത്തിനെതിരെ 24 മണിക്കൂറും പ്രസംഗിച്ചും രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ പി രാജീവിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഇതൊരു എക്സ്പോഷറേ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ ബിസിനസ് ലോകമായിട്ട്. ബട്ട് വ്യവസായ മന്ത്രി ആയതിനു ശേഷം പുള്ളിക്ക് ഇവരെയൊക്കെ കാണാൻ സാധിക്കുന്നു. അതിപ്പോ നരേന്ദ്രമോദി ഉൾപ്പെടെ അങ്ങനെയാണല്ലോ. നരേന്ദ്രമോദി പ്രതിപക്ഷത്തിരുന്നപ്പം പെട്രോള് ഡോളറിന്റെ വില പോകുന്നതിനെതിരെ പറഞ്ഞ് രാജ്യം ഭരിക്കാൻ കയറിയപ്പോഴാണ് അതിന്റെ പ്രശ്നം മനസ്സിലായത്, റിയാലിറ്റി മനസ്സിലാക്കിയത്. ഡോളറുമായിട്ട് രൂപ ഇടിയുന്നത് ഒരു വലിയ പ്രശ്നമല്ല എന്ന് മനസ്സിലായത് പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്. യു ഗെറ്റ് ദ എക്സ്പോഷർ, റൈറ്റ്, ദ റിയാലിറ്റി എന്താണ്. അപ്പോൾ പി രാജീവും എനിക്ക് തോന്നുന്ന ഒരു എക്സ്പോഷർ കിട്ടി. ഹീസ് പിവട്ടിങ്. പുള്ളിക്ക് അതിനെപ്പറ്റി മനസ്സിലാവുന്നു. പുള്ളി പല ഇൻവെസ്റ്റേഴ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ദം. അപ്പം അവരനുഭവിക്കുന്ന ചലഞ്ചസ്, ഇപ്പം എല്ലാം ഒരു തൊഴിലാളിയുടെ ആംഗിളിൽ കൂടെ കണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്ര നാളും കണ്ടിരുന്ന ആള് ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിസൺ ദ അതർ സൈഡ്. അപ്പോഴാണ് പുള്ളിക്ക് ഇതിനകത്ത് ഇന്ന ചലഞ്ചസ് ഉണ്ട്. പുള്ളി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളി വരുത്തിയ സ്ട്രക്ചറലായിട്ട് വരുത്തിയ ഒരു 3 മാറ്റങ്ങൾ പറയാം. ഒന്ന്, പുള്ളി K-Swift 2.0 എന്ന് പറഞ്ഞു. ഇപ്പൊ ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലം ഏതെങ്കിലും ഒരു വ്യവസായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ പരാതി പരിഹാര സെല്ല്, അപ്പൊ അതിന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവും. ഇപ്പൊ നമ്മളറിയാം, കിറ്റക്സിൽ കൂജയിൽ വെള്ളം വെച്ചില്ല എന്ന് പറഞ്ഞ് ഫൈൻ അടിച്ചിട്ട് പോകുന്ന ഉദ്യോഗസ്ഥനുണ്ട്. അവിടെ മിനറൽ വാട്ടർ സിസ്റ്റം ഉണ്ട്, പക്ഷെ പഴയ നിയമത്തിൽ കൂജയിൽ വെള്ളം വെക്കണം. അപ്പൊ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റിസോൾവ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ പ്രത്യേക സാമ്പത്തിക മേഖല, അതായത് വ്യവസായ പാർക്കുകൾ. ഇപ്പോൾ വ്യവസായ പാർക്കുകൾ സർക്കാരിന് മാത്രമായിരുന്നു തുടങ്ങാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ അത് പ്രൈവറ്റ് കമ്പനികൾ, പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കും വ്യവസായ പാർക്ക് തുടങ്ങാം. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സർക്കാർ ഒരു 100 ഏക്കർ സ്ഥലം ഏറ്റെടുക്കണം. അപ്പോൾ അതിനാരെയാണ്? തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, ഇവരൊക്കെയാണ് ഏർപ്പെടുന്നത്. നമുക്കറിയാം, ഇവനൊരു 6 മാസം അല്ല 1 കൊല്ലം 2 കൊല്ലം അതിൻ്റെ മുകളിൽ അടയിരിക്കും, എന്നാലും ഡെലിവർ ആവത്തില്ല, ഈ അക്വസിഷൻ നടക്കത്തില്ല. സ്ഥലം അക്വയർ ചെയ്യാതെ നമുക്ക് പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച തുകയിൽ നിന്ന് പ്രൊജക്ടിന്റെ കോസ്റ്റിങ്ങിന് ഓരോ വർഷവും ഇൻഫ്ലേഷൻ എല്ലാം ചേർത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 100 കോടി പറഞ്ഞ പ്രൊജക്ട് ചെയ്ത് 500 കോടിയാവും ഈ ഡിലേ കാരണം. ഈ ബ്യൂറോക്രാറ്റിക് പ്രോസസ്സിനെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയ കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും. നമ്മളത് ശരിക്കും റിഫോം ഒന്നും വന്നിട്ടില്ല. ലൈസൻസ് രാജ് കഴിഞ്ഞ് ഇനി ബ്യൂറോക്രസി രാജ്യം കൂടെ അവസാനിപ്പിക്കണം. അതാണ് BJPയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. അതവർ ചെയ്താൽ നമ്മുടെ രാജ്യം കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും. അപ്പം റൈറ്റ് നൗ ദർ ഇസ് നോ, അല്ല ഇവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്തത് പറഞ്ഞാൽ പ്രൈവറ്റ്, ഇപ്പം ആരിഫും ഞാനും കൂടെ ചേർന്ന് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. നമ്മുടെ പൈസ ഉണ്ട്, കോടിക്കണക്കിന് രൂപയുണ്ട്. നമ്മൾ സ്ഥലം കണ്ടെത്തുന്നു, നമ്മൾ അവിടെയുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നു. അവർ ചോദിക്കുന്ന പൈസ വാട്ട്സ് മാർക്കറ്റ് റേറ്റ് അല്ല കുറച്ച് കൂടുതൽ കൊടുക്കുന്നു. ഈ അക്വിസിഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുമല്ലോ. പ്രൈവറ്റ് നമ്മൾ നടത്തുമ്പോൾ അത് പെട്ടെന്ന് കാര്യം നടക്കുന്നു. നമ്മൾ സ്ഥലം എടുക്കുന്നു, നമ്മളിതിനെ വ്യവസായ പാർക്കായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക്, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ്. അത് പി രാജീവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം ഫോർ ദാറ്റ്. പിന്നെ ഈ ഫേസ് ടു ഫേസ് മീറ്റിംഗ് വിത്ത് ഇൻവെസ്റ്റേഴ്സ്, ഇപ്പൊ നമ്മൾ ഈ റീസെന്റ് ചിറ്റിലപ്പള്ളിയായിട്ട് ഇരിക്കുന്നതാണ്. ചിറ്റിലപ്പള്ളിയൊക്കെ ആജന്മ ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ. സമരത്തിനെതിരെ ലോഡിങ് ആൻഡ് അൺലോഡിങ് കേസിലൊക്കെ പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ ചിറ്റിലപ്പള്ളിയൊക്കെ ബൂർഷ്വായിരുന്നു. ഒരു ബൂർഷ്വായുമായിട്ട് ഹി വാസ് ടോക്കിംഗ്, ഫേസ് ടു ഫേസ് ഡിസ്കഷൻ ആൻഡ് അക്നോളജ് ഈച്ച് അതർ. അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ചിറ്റിലപ്പള്ളി വാസ് ഗിവിങ് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് നമ്മുടെ വ്യവസായ വകുപ്പിനെ കുറിച്ചും മന്ത്രിസഭയെ കുറിച്ചും പറഞ്ഞത്. ഹി വാസ് റിലക്റ്റന്റ് ടു ഗീവ് എ മാർക്ക്, ബട്ട് അറ്റ്ലീസ്റ്റ് ഹി വാസ് ഗിവിങ് സം പോസിറ്റീവ് സൈൻസ്. അപ്പൊ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം പി രാജീവ് ഈസ് ട്രൈങ് ടു ഡു
സർട്ടൻ തിങ്സ്. അപ്പോൾ അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്താലാണല്ലോ പിന്നെ പുള്ളിക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അതെ അതെ നമ്മളിങ്ങനെ നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പുള്ളി ആ ഒരു പാസ്റ്റിലെ ആത്മനിഷ്ഠ ഘടകവും വസ്തുനിഷ്ഠ ഘടകവും എപ്പോഴും പാർട്ടി ക്ലാസ്സിൽ പറയാൻ വേണ്ടി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് എങ്കിലും റിയൽ ലൈഫിൽ ഈസ് ആക്ച്വലി പിവറ്റിംഗ് ആൻഡ് ഈസ് ഗെറ്റിംഗ് ദാറ്റ് എക്സ്പോഷർ. അത് ശരിക്കും നന്നായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കൊള്ളാം. അല്ല, പക്ഷെ ഇവിടെ പ്രശ്നം എപ്പോഴും ഈ ഇപ്പൊ പി രാജീവ് ഒരു സൈഡിൽ വ്യവസായം കൊണ്ടുവരുന്നു, ഇതുപോലുള്ള സാധനങ്ങൾ ചെയ്യുന്നു, അപ്പുറത്ത് നമ്മളുടെ എളമരം കരിമീൻ എളമരം കരിമീൻ സ്തംഭിപ്പിക്കാൻ. അപ്പൊ ഇത് തമ്മിലൊരു ഒരു പ്രശ്നം. ഈ കോൺഫ്ലിക്റ്റ് പണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അതെനിക്ക് തോന്നുന്നത് അച്ചിമാൻ പിണറായി ടീം ആ ഒരു സ്പ്ലിറ്റ് ഇതിലാണ്. ഈ എളമരം കരിയും ഒക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇത് കുറെയൊക്കെ ഒരു ഷോ ഓഫ് ആണ്. ഈ അണികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മൂപ്പിക്കണ്ട. ഇനി എങ്ങാനും പ്രതിപക്ഷത്ത് പോയാൽ സമരം ചെയ്യാൻ മറന്നുപോയെങ്കിലേ ഇതൊരു ഒരു എന്താ പറയുന്നത് മോക്ക് ഡ്രില്ലാണ്. ഇലക്ഷൻ വരുമല്ലേ, ഇപ്പൊ കോൺഗ്രസ് ജയിച്ച് പ്രതിപക്ഷത്ത് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ സമര പരമ്പര തന്നെ ഇവിടെ നടത്തും. അപ്പൊ സമരം ചെയ്യാൻ അണികളുണ്ടോ, അവർക്ക് വീര്യമുണ്ടോ, അവരുടെ വീര്യം ഇല്ലാതായോ എന്നൊക്കെ പരീക്ഷണ ടെസ്റ്റ് ആയിരുന്നു. ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് എളമരം കരിമൊക്കെ ഈ ഒരു പരിപാടിയായിട്ട് വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ആദ്യത്തെ ഘടകമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഈ വന്ന മാറ്റങ്ങൾ, അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഡെസ്പൈറ്റ് ബീങ് ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു സംഗതിയായിട്ട് പോലും അവർ ചെയ്യുന്ന സംഗതികൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. അത് സംഭവിക്കുകയല്ല ചെയ്യുന്നത്. അതെല്ലാം ഐഡിയോളജിക്കലായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും അവരുടെ ഐഡിയോളജിയോട് 100% നീതി പുലർത്തി ഈ ഒരു ലോകത്തിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. ഇപ്പൊ നമ്മള് ഫ്രീ മാർക്കറ്റ് ഇൻഡിവിജ്വലിസം എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. സോ യു ഹാവ് ടു എന്താ പറയുന്നത്, ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ബാലൻസിലാണ് പോവുക. എല്ലാവർക്കും അതൊക്കെ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർക്കും അതേ പറ്റുള്ളൂ, ഇസ്ലാമിസ്റ്റുകൾക്കും അതേ പറ്റുള്ളൂ. അവരുടേതായിട്ടുള്ള ഒരു രാജ്യത്ത് ഇപ്പൊ താലിബാനിലായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ വേറൊരു സ്ഥലത്ത് അവർക്കത് അവരവിടെ കുറെയൊക്കെ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരും. എല്ലാവരും അങ്ങനെ തന്നെ അല്ല. ഇവിടെ ഇപ്പൊ ഈ കമ്മ്യൂണിസം വേഴ്സസ് ഒരു ക്യാപിറ്റലിസം, ആ ഒരു പോൾസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് 100% കമ്മ്യൂണിസ്റ്റ് ആയാൽ ആ സമൂഹം ഒന്നുകിൽ പട്ടിണി കിടന്ന് ചാവും, അല്ലെങ്കിൽ അവിടെ ആളുകൾ അത് ഒഴിവാക്കിയിട്ടുണ്ടാവും. എങ്ങനെയായാലും ആ സാധനം അവിടെ നിലനിൽക്കില്ല. 100% ക്യാപിറ്റലിസം ആവുക എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ആ ക്യാപിറ്റലിസ്റ്റ് ആംഗിളിലേക്ക് തന്നെയല്ലേ. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് ഗവൺമെന്റ് വേണ്ട, റെഗുലേഷൻ വേണ്ട, കൺട്രോൾ വേണ്ട. നമ്മൾ ആ ഒരു ലെവലിലേക്കൊന്നും ഒരിക്കലും പോകാൻ പോകുന്നില്ല. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം മനുഷ്യ സമൂഹത്തിന് ഈ നിയമങ്ങളും സ്ട്രക്ചറും ഇതുമെല്ലാം വേണം. അപ്പം ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പരമാവധി സ്വാതന്ത്ര്യം നിക്ഷേപകർക്ക് മാക്സിമൈസ് ചെയ്യുക. പരമാവധി സ്വാതന്ത്ര്യം ഇൻഡിവിജ്വൽസിന്, പരമാവധി സ്വാതന്ത്ര്യം, പരമാവധി മാർക്കറ്റ് ഓപ്പൺ ആക്കുക. പിന്നെ ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് വരുന്നതിനനുസരിച്ച് കൾച്ചറൽ ഷിഫ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു കൾച്ചർ, ഒരു ബിസിനസ് കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇല്ല. എസ്പെഷ്യലി ഇപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു സമൂഹം 50% വരുന്ന ഹിന്ദുക്കൾ, ഞാൻ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പല ആൾക്കാരും അത് അംഗീകരിച്ചു, ചില ആൾക്കാർക്ക് അതിനോട് എതിർപ്പുണ്ടെങ്കിലും ഈ 50% വരുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്നത് കേരളത്തിലൊരു ഹിന്ദു ബിസിനസ് ക്ലാസ് ഇല്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമുക്ക് പേരെടുത്താൽ തന്നെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ ബിസിനസ്, കച്ചവടം എന്ന് പറയുന്നതും വ്യവസായം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. യൂസഫ് അലിയുടെ പേര് വന്നു. അതെ, അതന്നെയാണ് പ്രശ്നം. അതെ, രവിപിള്ള ഇവിടെ അല്ലല്ലോ ബിസിനസ്, ഇവിടെ അല്ലേ, വിദേശത്തല്ലേ. ഇവിടെ ഉണ്ട് റാവിസ് പോലത്തെ കുറച്ച് ഹോട്ടൽ, കൃഷ്ണൻ നായർ എന്നൊക്കെ പറഞ്ഞ ലീല പാലസ്, അവർ ബാംഗ്ലൂരാണ് പുള്ളി. ബട്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു വ്യവസായം എന്ന് പറയുമ്പം മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കോലഞ്ചേരി തന്നെ നമ്മുടെ അടുത്ത് സിന്തറ്റ്, അതുപോലെ കിറ്റക്സ്, വീഗാർഡ്, ഏത് സംഭവം എടുത്താലും ഈ മുത്തൂറ്റിനെയും മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എടുത്ത് നോക്കിയാൽ പോലും അവിടെ ക്രിസ്ത്യൻ ഡോമിനേഷൻ ഉണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആ ഒരു കച്ചവട ഹിസ്റ്ററി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഇതുണ്ട്. കച്ചവടമല്ല, ഒരു വ്യവസായമാണ്. വ്യവസായം, കച്ചവടം എന്ന് പറയുമ്പോൾ ഞാനിത് പറഞ്ഞ പോലെ എനിക്കറിയാമല്ലോ അവിടെ കുട്ടപ്പൻ ചേട്ടൻ്റെ ചായക്കട, അല്ലെങ്കിൽ എനിക്കറിയാം നമ്മൾ ബാർബർ ഷോപ്പിൻ്റെ ചായക്കടയുടെ കണക്കല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് വ്യവസായം, വലിയ സ്കെയിൽ, ലാർജ് സ്കെയിലുള്ള കച്ചവടം എന്ന് പറയുമ്പോൾ ട്രേഡ്. ഇപ്പം മുസ്ലിംസ് കൂടുതലും ട്രേഡിലാണ്. അത് അവര് അറബ്സും അങ്ങനെ തന്നെയാണ്. അത് ഇപ്പൊ ദുബായ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ഹബ്ബാണ്, അതേസമയം ചൈന ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്, സിംഗപ്പൂർ ഒരു ബിസിനസ് ഹബ്ബാണ്. സോ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു വേറൊരു സംഭവമാണ്. ഇപ്പൊ ഇവിടുത്തെ മുസ്ലിംസ് കൂടുതൽ ട്രേഡിലാണ് ഏർപ്പെടുന്നത്,
കച്ചവടക്കാരൻ. അപ്പോൾ യൂസഫ് അലി എന്ന് പറയുന്ന ഒരു കച്ചവടമാണ്. ഉം. അതേസമയം കിറ്റെക്സ് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് ആണ്. ഉം. സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. വി ഗാർഡ് സാധനം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ. സോ ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ അപ്പോൾ അതിൽ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ പിന്നോക്കമാണ് കേരളത്തിൽ. അതേസമയം തമിഴ്നാട്ടിൽ, കാരണം ഇത് ഇപ്പം നമ്മൾ ഈ ക്ലാസ് അല്ലെങ്കിൽ ജാതി കൂട്ടങ്ങളാണല്ലോ. ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ, ജാതികളാണല്ലോ. ഒരു ബിസിനസ് ജാതികൾ കേരളത്തിലെ ഹിന്ദുക്കളിലില്ല. അവര് കൂടുതലും തൊഴിലാളികളാണ്. നായർ, ഈഴവ. ഇപ്പൊ അതിനകത്ത് തന്നെ ഈഴവരാണ് ഇപ്പൊ കുറച്ച് എങ്കിലും ബിസിനസ്സിലേക്കൊക്കെ വരുന്നത്. നായേഴ്സ് മോസ്റ്റ്ലി എവിടെയായിരുന്നു? അവര് രാജാക്കന്മാരുടെ ഭടന്മാരോ അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ, പിന്നെ സർക്കാർ വന്നപ്പം സർക്കാർ ജോലികളിൽ IAS IPS അങ്ങനത്തെ കാര്യങ്ങളിൽ ജോലികളിലേക്ക് പോയി. പിന്നെ ഈഴവര് ബേസിക്കലി ഈ പറഞ്ഞ പോലെ പിന്നെ കള്ള് അങ്ങനത്തെ ടൊടി ബാർ വ്യവസായങ്ങളിലേക്കൊക്കെ അവർ പയ്യെ മൂവ് ചെയ്ത അവർ ആ ഒരു സെക്ടറിലേക്ക് വന്നു. പക്ഷെ പിന്നെ അവരും ജോലിയാണ് പ്രിഫർ ചെയ്യുന്നത്. അവർ കൂടുതൽ ആൾക്കാർ, മെജോറിറ്റി ഓഫ് ദം ഗവൺമെന്റ് ജോബാണ് പ്രിഫർ ചെയ്യുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഗവൺമെന്റ് ജോബുകൾ, സാധാരണ കടകളിൽ നിൽക്കുക, തൊഴിൽ സ്ഥാപനങ്ങളിൽ പോയി നിൽക്കുക, ബിസിനസ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റി ഹെൽപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ബേസിക്കലി ബിസിനസ്സിൽ വളരെ പിന്നോക്കമാണ്. അപ്പോൾ ഒരു ആന്റി എന്താ പറയുക ക്യാപിറ്റലിസ്റ്റ് ആണ്, അല്ലെ മുതലാളി വിരുദ്ധമാണ് ഹിന്ദു കമ്മ്യൂണിറ്റി. അതിനെ ശരിക്കും എന്താ പറയുക മോണിറ്റൈസ് ചെയ്തല്ല, അതിനെ ശരിക്കും ബെനിഫിറ്റ് ആക്കിയ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മുതലാളി വിരുദ്ധമായിട്ടുള്ള ആ ഒരു സമൂഹത്തെ, അതുകൊണ്ട് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പം അതിനെ ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതേപോലെ തന്നെ ഇപ്പം മുസ്ലിം ലീഗ്, നിങ്ങൾക്കറിയാലോ, മുസ്ലിം ലീഗിൽ കുറച്ച് പൈസയുള്ള ആൾക്കാർ, ആ ആൾക്കാരോട് ദേഷ്യമുള്ള ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി ചേരും. മുസ്ലിംസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നത് അങ്ങനെയാണ്. ആ ഒരു ശരിക്കും ഒരു ക്ലാസ് ഡിഫറൻസ് ആണ്. ക്രിസ്ത്യൻസിൽ തന്നെ സഭയോട് എതിർപ്പുള്ള ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ ഹിന്ദുക്കളിലെ തന്നെ ഇപ്പൊ സവർണറുടെ കൂട്ടത്തിൽ തന്നെ പണ്ട് മരുമക്കത്തായൊക്കെ അമ്മാവനോട് കലിപ്പ്, സ്വത്തുക്കളിൽ പല ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ, കുടുംബത്തിൽ തറവാട്ടിൽ തന്നെ പല ക്ലാസ് ഉള്ള ആൾക്കാർ കാണും. സോ അപ്പൊ അതിനകത്ത് ക്ലാസ് പുറകിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി ചേരും. അപ്പൊ ഇത് എന്താ പറയുന്ന ഒരു പാവപ്പെട്ടവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന, അല്ലെ പാവപ്പെട്ട എന്നുള്ള വാക്ക് ഇപ്പം ഗോവിന്ദൻ മാഷ് നിരോധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറയാൻ പറ്റത്തില്ല. സോ നമ്മളിത് അവസാനമായിട്ട് പറയണം അല്ലേ, ഇനി പാവപ്പെട്ട എന്നുള്ള വാക്ക് നമ്മളിനി ക്ഷമിക്കുക. ഗോവിന്ദൻ മാഷ് ഇത് കേൾക്കുന്നുണ്ട്, ക്ഷമിക്കുക, ഞാനിത് അവസാനമായിട്ട് പറഞ്ഞു. അപ്പൊ പാവപ്പെട്ടവരുടെ ഒരു പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനെ ശരിക്കും ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത്. ഉദ്ദേശിച്ചത് ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ബൂർഷകളായി മാറാൻ പോകുന്നത്. പാവപ്പെട്ടെന്ന് പറയാൻ പാടില്ല എന്നാണ്. പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്, വാക്കാണ് ഉപേക്ഷിച്ച്. പാവപ്പെട്ട ആൾക്കാരിലെ പാർട്ടിക്ക് കൊടി പിടിക്കാൻ ആരെ കിട്ടും? അല്ല, അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പിണറായി വിജയൻ പാവപ്പെട്ട ആളായിരുന്നു. പിണറായി വിജയൻ ഇപ്പൊ ചൂരമീൻ കഴിക്കാത്തത് കൊണ്ട് പാവപ്പെട്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെയ്മീൻ കഴിക്കുന്ന ആൾക്കാര് പാവപ്പെട്ടവരാന്ന് പറയില്ലല്ലോ. അത് ശരിയാണല്ലോ. അപ്പൊ നമ്മൾ EMS ഒക്കെ നെയ്മീൻ കഴിച്ചിരുന്നോ? ശുദ്ധ വെജിറ്റേറിയൻ അല്ലേ? എല്ലാ സവർണ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, EMS, നായനാർ എന്നൊക്കെ പറയുന്ന എല്ലാ ഈ വടക്കൻ മലബാറിൽ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ടിപ്പുവിന്റെ കാലം മുതലേ ഒരു മുസ്ലിം വിരുദ്ധതയുണ്ട്, ഇസ്ലാം വിരുദ്ധതയുണ്ട് അവിടെ. അപ്പൊ ആ ഹിന്ദുക്കളെ എല്ലാം ഇവർക്ക് പാർട്ടിയുടെ കീഴിൽ അണിനിരത്താൻ പറ്റി. അതുകൊണ്ടാണ് ലീഗിനോട് പണ്ട് തൊട്ടേ ഒരു കലിപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അത് പിന്നെ വളർന്നു വന്നപ്പോൾ ഹറാമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഹറാമാണ്. ഷാജി പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ദീനിൽ നിന്നും മീൻസ് ഈ ലീഗിൽ നിന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൽ നിന്നും പോവാന്ന് പറയാം. ഇങ്ങനെ തന്നെയാണ് പറയാ. ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ ചേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേർത്താന്റെ പാർട്ടിയാന്ന് പറയാം. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഈശ്വര നിഷേധമാണ്, അതുകൊണ്ട് ദൈവം ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും അത് ഹറാമായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഒത്തിരി പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടരുന്നത്? എന്താണ് അതിന്റെ ഒരു? അതാണ് ഞാനും അങ്ങനെയായിരുന്നല്ലോ. നിങ്ങളും അങ്ങനെയായിരുന്നല്ലേ? നമ്മളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നല്ലോ. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ആസ്പെക്ട് ആണ്. ഈ ക്ലാസ് അല്ലല്ല, അതായത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാര്. അതായത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അല്ല, അതല്ല, പകരം കുറെ സാധനങ്ങൾ, മോറൽ, അതായത് എത്തിക്കൽ, ഈക്വാലിറ്റി, എൻവയോൺമെന്റ്, അതായത് പരിസ്ഥിതി, അഞ്ചാതി സാധനങ്ങൾ. പക്ഷേ ഈ മുസ്ലിംസ് ഒരുപാട് പേര് ആയുർവേദം ഭയങ്കര അല്ല, അതിന്റെ പിന്നെ കാര്യം നമ്മൾ ബേസിക്കലി അങ്ങനെയാണ്.
ഈ മുതലാളിത്ത ആയുർവേദം വിരുദ്ധത ഹിന്ദുത്വ ശരിക്കും ട്രോജൻ അത് കുതിരയല്ലേ? നമുക്ക് അറിയില്ലല്ലോ. മുതലാളിത്ത വിരുദ്ധത, ആ. സാമ്രാജ്യത്വ വിരുദ്ധത, ഇൻജാതി സാധനങ്ങളെല്ലാം ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യും, ഈ ഉം. ഇസ്ലാമുമായിട്ട്. ഉം. അതാണ് പെട്ടെന്ന് ഇതിലേക്ക് വരുന്നത്. ഇപ്പൊ വാക്സിൻ നമ്മൾ എടുക്കൂല, ഉം. നമ്മള് പ്രസവിക്കില്ല ഹോസ്പിറ്റലിൽ പോയിട്ട്, ഉം. പകരം നമ്മൾ സൂചി കുത്തും, ഉം. മറ്റേ അക്യുപങ്ചർ. ഉം. അങ്ങനെയാണ് നമ്മൾ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ശിശുമരണമൊക്കെ നമ്മളിങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആവും ഈ മുസ്ലിം സമുദായത്തിൽ, ഇങ്ങനെയുള്ള കുറെ സംഗതികൾ. ഇത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. ഉം. അപ്പൊ നമ്മൾക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ചിന്ത ഉണ്ട്, ഉം. ഈ സാമ്രാജ്യത്വ ഇവിടെ മാത്രമല്ല, അത് വേൾഡ് ഓവർ ഉള്ള ഒരു സംഭവമാണ്. അമേരിക്കൻ പക്ഷേ ഈ സാമ്രാജ്യത്തെ വിരുദ്ധത പറയുന്ന രണ്ടുപേരാണ്, ഇപ്പൊ ഇസ്ലാമും കമ്മ്യൂണിസ്റ്റും. കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ അവര് വലിയ സാമ്രാജ്യത്തെ അല്ലെ, അതാണ് അതിലെ ഏറ്റവും വലിയ ലോകം തമാശ. മുഴുവൻ ഇത് വ്യാപിപ്പിക്കാൻ നടക്കുന്നവരാണ് ഇവര്. അതാണ് അതിലെ ഏറ്റവും വലിയ ഐറണി അപ്പൊ എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര സംഭവം. ഇവര് ഇതിനെതിരാണ്. ഇപ്പം മുസ്ലിം ബ്രദർഹുഡ് ഒക്കെ ഉണ്ടാവുമ്പോ തന്നെ അവര് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം തന്നെ ഇതാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ, ഇസ്രായേലി ഓക്യുപ്പേഷനെതിരെ, ഇങ്ങനെ പറഞ്ഞാണ് അവർ കൊണ്ടുവരുന്നത്. അതിനവർ വെക്കുന്ന കാരണം മറ്റുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് മുസ്ലിം സമുദായത്തിൽ, ഈ വിഭാഗങ്ങൾ തിരിഞ്ഞിട്ടുള്ള അടി, നിങ്ങൾ അതൊക്കെ നിർത്തൂ. ഷിയ സുന്നി തർക്കം വരെ ഒതുക്കാൻ ഈ മുസ്ലിം ബ്രദർഹുഡ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കോമൺ പോയിന്റ്സ് ആണ്. അതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിൽ വരിക. ഒരു വല്ലാത്ത സാമ്രാജ്യത്തെ വിരുദ്ധത. ഇത് അവരുടെ പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി അവർ പറയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈവൻ കമ്മ്യൂണിസത്തിൽ അവർ പറയുന്നതാണ്, നമ്മുടെ നാട്ടിൽ പറയുന്നത് ഞങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്നാണ് അവർ പറയാ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനാധിപത്യം ഇല്ല. അതില്ല. ഇനി അവര് പറയുന്നത് പാർട്ടി ജനാധിപത്യം ഉണ്ട്. അതെ, അവര് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബീഡി വലിച്ചിരിക്കുന്നതും എന്നാണ് നമ്മുടെ സഖാവ് കോട്ടപ്പള്ളിയോട് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇതിൽ ഇനി മറ്റൊരു കാര്യം ഇവർ പറയുന്നത്, നമ്മള് ഇപ്പൊ ഹിറ്റ്ലറെ പോലുള്ള ഏകാധിപതികൾക്കെതിരാന്ന് പറയാം. ഇവരുടെ ഇടയിലുള്ള ഏകാധിപതികളുണ്ട്, ലെനിനും സ്റ്റാലിനും, അവർ കൊന്നടിക്കുക കഥയൊന്നും ഇവർ പറയില്ല. അതൊക്കെ പിന്നെ വിദേശ മാധ്യമങ്ങൾ, ഇപ്പൊ ഞാനത് ഇതിനെപ്പറ്റി എഴുതുമ്പോ ഇങ്ങനെ വിദേശ വെസ്റ്റേൺ മീഡിയ ചവച്ചു തുപ്പുന്ന നുണകൾ ഛർദിക്കുകയാണെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ അതേ വെസ്റ്റേൺ മീഡിയ വേറെ ഹിറ്റ്ലറിനെ പറ്റി എഴുതിയത് അവരെടുക്കും, പക്ഷെ സ്റ്റാലിനെ പറ്റി എഴുതിയത് അവരെടുക്കില്ല. ഇതാണ് ഇതിലെ വിഷയം വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നു, ഇപ്പൊ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വക്താവ് സംസാരിക്കുമ്പോൾ അവര് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. പ്രാക്ടിക്കൽ വശങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പി രാജീവ് ചെയ്യുന്നത് പറയുന്നതൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ അതൊരു നല്ല കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. ആ വിരുദ്ധത പറയാൻ വേണ്ടി അവർ പലതും പറയുന്നു. ഇപ്പൊ അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോളിറ്റേറിയറ്റ്സ്, അത് അതേപോലെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം എന്നിട്ട് അവര് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നുണ്ട്. നിങ്ങള് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇവരുടെ ഭരണഘടനയും പ്രശ്നമാണ്, ഭരണഘടനാപരമായിട്ട് പ്രശ്നം തന്നെയാണ്, ഒരു പ്രശ്നമില്ല, അതിലൊരു തർക്കമില്ല. പക്ഷെ ഈ എന്തുകൊണ്ട് LDF ജയിക്കണമെന്ന് ചോദിക്കുന്നതിൽ രണ്ടാമത്തെ കാരണം അതാ. എനിക്ക് വന്ന ബേസിക്കലി ആരിഫ് ഇത് മുന്നോട്ട് വെക്കുന്നത്, ഇപ്പം UDF-ഉം ജമാഅത്തെ ഇസ്ലാമി പോലത്തെ ഒരു കൂട്ടുകെട്ട്, അതിനെ ചലഞ്ച് ചെയ്യുക, അല്ലെ അതിനെ എതിർക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ബേസിക്കലി. അതായത് നമ്മളുടെ പ്രശ്നം, നമ്മളുടെ ഇവിടുത്തെ ഒരു നെറ്റ് ഒരു പീസ്, അത് അവിടെ സ്ഥാപിച്ച് വെക്കുക എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും ലക്ഷ്യം വെക്കുന്നത്. ഈ VD സതീശൻ ഈ പറയുന്നതൊക്കെ സീരിയസ് ആയിട്ട് ആയിരിക്കും? അതൊക്കെ വെറുതെ ഈ വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കത്തില്ലേ? വോട്ട് കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. പുള്ളിക്ക് ഇതിനെ കുറിച്ച് അജ്ഞതയുണ്ട്. പുള്ളി ഭയങ്കര പുസ്തകം വായിക്കുന്ന ഈ ഒരു കാര്യം മാത്രം വായിച്ച് ആ പേജ് ഞാൻ കണ്ടില്ല സാറേ. ഇത് തക്കിയ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ഇവർ വായിക്കുന്നില്ല, ഒന്നത്. പിന്നെ നമ്മൾ വായിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇത് കുറെ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടല്ലോ കാര്യം. ഈ സാധനത്തിന്റെ ഒരു ഹോൾ പിക്ചർ, ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണ്ടേ. ഞാൻ VD സതീശനെ വിലയിരുത്തി വെച്ചിട്ട് ഹി നോസ് ദിസ്. പക്ഷെ പുള്ളി അത് മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് എന്നാണ്. അതായത് വോട്ട് കിട്ടുക, ആ ഒരു വശം, അതായത് ഹിന്ദുക്കളുടെ ഒരു നല്ലൊരു ശതമാനം BJP-യിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ BJP-യെ BJP ആയിട്ട് നിൽക്കുന്നു, ബാക്കിയുള്ളവർ നല്ലൊരു ശതമാനം CPM-ൽ നിൽക്കുന്നു. ദെൻ ഹൂ എൽസ് ഈസ് ഗോയിങ് ടു വോട്ട് ഫോർ ദം? ക്രിസ്ത്യൻസും മുസ്ലിംസും തന്നെയാണ് വോട്ട് ചെയ്യാനുള്ളത്. ഇപ്പം ജമാഅത്തിയെ പറഞ്ഞെന്നും പറഞ്ഞാൽ മുസ്ലിം ലീഗുകാർ, ജമാഅത്തിയെ കൂടെ വോട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗുകാരും കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ പോവില്ല, അല്ലേ? ജമാഅത്തോടെ വോട്ട് ക്രിസ്ത്യൻസും വോട്ട് ചെയ്യാതെ പോവില്ല. കുറച്ച് ക്രിസ്ത്യൻസോ എനിക്ക് തോന്നുന്നില്ല. അവരാ ആ ഒരു 10 കൊല്ലമായി അധികാരത്തിൽ ഇല്ലാതിരിക്കുന്നത്. അവരുടെ ഒരു ഇൻഫ്ലുവൻസ്, ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ എന്ന് പറഞ്ഞാൽ പുരോഹിതരുടെ, ബിഷപ്പ്, അങ്ങനെയുള്ള പ്രീസ്റ്റുമാരുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഗവൺമെന്റിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് 10 years ആയി. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 10 years ആയിട്ട് അധികാരത്തിന്റെ ഭാഗമല്ല. സോ എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു 5 കൊല്ലം കൂടെ അവർക്ക് അങ്ങനെ പ്രതിപക്ഷത്തിരുന്ന്, അത് പിന്നെയും അങ്ങനെ ഇരുന്നാൽ സംഭവിച്ചാൽ കോൺഗ്രസ് വിൽ
ഗെറ്റ് വീക്കൺ. അതായത് കോൺഗ്രസ് വീണ്ടും ശോഷിക്കുകയും തകർച്ചയിലേക്ക്, അതിനകത്തുനിന്ന് കുറെ പേര് എനിക്ക് തോന്നുന്നു ബി ജെ പിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കുറെ പേര് ചിലപ്പോൾ CPM-ലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് വീക്കാവും. അപ്പം മുസ്ലിം ലീഗും ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യചിഹ്നം. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എൻ്റെ ഏറ്റവും സ്ട്രെങ്ത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് എന്താവും എന്നുള്ളത് കണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ ആശങ്കയല്ല പറഞ്ഞത്. അല്ല, ഞാൻ പറയണത് അങ്ങനെ ഇരുന്നാൽ എന്താ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കട്ടെ, ഇരിക്കുമ്പോ അവര് പഠിക്കട്ടെ എന്താണ് പ്രശ്നം എന്നുള്ളത്. അവര് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്, അത് തിരുത്തട്ടെ. പിന്നെ എനിക്ക് സംഭവിക്കുന്നത് എനിക്കൊരു പോസ്റ്റ് ഷെയർ ചെയ്തില്ലേ, മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് നമ്പർ ഓഫ് പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ. ഏറ്റവും കൂടുതലുള്ള നായന്മാരാണ്, വളരെ പോപ്പുലേഷൻ കുറവായിട്ടും. ഈ മുസ്ലിങ്ങൾക്ക് പോപ്പുലേഷൻ ഈ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞിരിക്കുന്നതിന്റെ ഒരു കാര്യം അവരൊരു പാർട്ടിയായിട്ട് ഒരു നിൽക്കുന്നതുകൊണ്ടല്ലേ. അവര് പൊതു പാർട്ടിയിൽ, ദേശീയ പാർട്ടിയിലേക്ക് ലയിക്കുകയും CPM-ലും കോൺഗ്രസിലും, BJP വേണ്ടാന്ന് വെച്ചോ, കോൺഗ്രസിലും CPM-ലും തന്നെ ലയിച്ചാൽ തന്നെ അവർക്ക് കൂടുതൽ റെപ്രസെന്റേഷൻ കിട്ടില്ലേ. അത് ചെയ്യില്ലല്ലോ. മുസ്ലിം ലീഗായിട്ട് നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന് ഇത്ര സീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയല്ലേ കിട്ടുള്ളൂ. നിങ്ങള് നിങ്ങള് 2 കോടി ആൾക്കാരുണ്ടെങ്കിലും you will get that certain number of seats. 5 സീറ്റ് എത്ര കടന്ന് ഇതായാലും അത്രേ കിട്ടുള്ളൂ. ആ റെപ്രസെന്റേഷൻ അവിടെ വരുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അതായത് എന്തുകൊണ്ട് ഇത് പറയുന്നു, ഇതന്നെയാണല്ലോ അതിന്റെ പ്രശ്നം. അവിടെ നമ്മൾ പറയുന്നു ഹിന്ദു കൺസോളിഡേഷൻ. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വലതുപക്ഷ ശാക്തീകരണം. എന്റെ വിഷയം അതാണ്. വലതുപക്ഷ ശാക്തീകരണം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതൊരു ആഗോള പ്രതിഭാസമാണ്. അത് ഇന്ത്യയിലും കേരളത്തിലും സംഭവിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ വഴിവെക്കുന്നത് എന്താണ്? അത് ഈ ന്യൂനപക്ഷ വർഗീയതയാണ്. ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. അത് കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതിന് സാധ്യത ഏത് രൂപത്തിലായിരിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചത് അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളോടൊപ്പം ചേർന്ന് സാധാരണ കാണാറുള്ള ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് അത് ഇവിടെ ഫങ്ഷൻ ചെയ്ത് അവരിലൂടെയാണ് ഈ സംഭവം ഉണ്ടാവാൻ പോകുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഇവിടെ സംഭവിച്ചത് ഈ മൗദൂദികൾ കൂട്ടുപിടിച്ചത് UDF-നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രശ്നം വലതുപക്ഷ ശാക്തീകരണമാണ്. അതിനെ തടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആവശ്യമാണ്. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം. ഈ വലതുപക്ഷ ശാക്തീകരണം എന്ന് പറയുമ്പം അതെങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്? ഇപ്പം വലതുപക്ഷ ശാക്തീകരണം വളരെ സിമ്പിൾ. അതായത് ഇപ്പുറത്തെ ഒരു ലോബിങ് നടക്കുന്നു, ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് വെച്ചിട്ട് കാര്യം ചെയ്യുന്നു. ഇപ്പൊ സ്കൂളിലെ സമയം നിശ്ചയിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പോയിട്ട് ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും തിങ്കളാഴ്ച വ്രതത്തിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും വല്ല വ്യാഴാഴ്ച വെള്ളിയാഴ്ച വല്ല പരിപാടി, ഇത് ചോദിച്ചിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുക? അല്ല. പക്ഷെ ഇവിടെ ഇപ്പൊ സമസ്ത കഴിഞ്ഞ ദിവസം ഇറക്കിയത് എന്താണ്? വെള്ളിയാഴ്ച പരീക്ഷ വെക്കുമ്പോൾ നമ്മുടെ നിസ്കാരം അത് സൂക്ഷിക്കണം. അപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ ഇത് കൊടുക്കുന്ന ഒരു സിഗ്നൽ എന്താണ്? ഇത് മറ്റുള്ള ആളുകൾക്കും അവരുടെ മതത്തിലെയും കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമേ കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിലപാട് ഉണ്ടാക്കാണ്. അപ്പൊ സെക്യുലറിസത്തിന് നേർ വിപരീതമാണ്. ബേസിക്കലി എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പം BJP ഒരു മോശം കാര്യം, ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യം വരുമ്പം അതിനെ എതിർക്കണമെന്ന് എതിർക്കണമെന്ന് ഒരു ഹിന്ദുവിന് പോലും സൈലന്റ് ആവും. ബിക്കോസ് അവനെ സംബന്ധിച്ച് അവന്റെ എക്സിസ്റ്റൻസ് ആണ് പ്രധാനം. അവൻ എന്താ കുഴപ്പം തോന്നുമല്ല, ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ BJP വീക്കാവും. BJP വീക്കായാൽ അവന്റെ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കും. സോ എന്നുള്ള എക്സിസ്റ്റൻസിലേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ അത് ഇപ്പം സ്പായുടെ കാര്യം തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചല്ല. അപ്പൊ ഞാൻ അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോ ഈ കുറെ ആൾക്കാർ BJP-ക്കാര് ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ചിട്ടാണ് നല്ലൊരു ശതമാനം ആൾക്കാർ. അതേസമയം വളരെ മോഹൻദാസ് ഒക്കെ അതിനെ അനുകൂലിച്ചിട്ട് അതായത് അത് രാജേഷിന്റെ ഭാഗത്തു നിന്നുള്ളൊരു എന്താ പറയുന്ന ഒരു മച്യൂരിറ്റി ഇല്ലാത്തൊരു പ്രസ്താവനയാണ്. അതായത് ശരിക്കും സ്പായുടെ പ്രശ്നം എന്താണ്? സ്പായില് വരുന്ന ആൾക്കാര് ഒരടച്ചിട്ട മുറിയിൽ ആ സ്ത്രീയുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ അത് വേറൊരാൾക്ക് അത് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? അത് അവിടെ ഫോഴ്സ്ഫുൾ സെക്ഷൽ ആക്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കും. അത് പരാതിപ്പെടാൻ ആ സ്ത്രീക്ക് അവരെ അതിന് ഉദ്ബോധിപ്പിക്കാം. പിന്നെ ഉള്ളത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ലൈംഗിക രോഗമാണ്. അപ്പം നമ്മളിപ്പം ദുബായിൽ നിന്നൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്കറിയാം, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്പായിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും, അനധികൃതമായ സ്പാകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒഫീഷ്യൽ ആയിട്ടുള്ള അവിടെ എല്ലാം മെഡിക്കൽ ടെസ്റ്റ് വളരെ നിർബന്ധമാണ്. 6 മാസത്തിലോ ഇയർലി അവർ മെഡിക്കൽ ടെസ്റ്റ് എല്ലാം പാസ്സായി അവര് ലൈംഗിക രോഗങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. സത്യത്തിൽ നമ്മുടെ സർക്കാരും അതല്ലേ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ലൈസൻസ് കൊടുക്കുക. പക്ഷേ സ്പായുടെ ഉദ്ദേശം ലൈംഗികത അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമല്ല എങ്കിലും നമ്മൾ പറയുന്ന ഒരു ആക്സിഡന്റൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡ്യൂഷനെ സംഭവിച്ചു കഴിഞ്ഞാൽ then both parties should be protected, അല്ലേ? അതിനാണ് സർക്കാർ
പിന്നെ മുൻതൂക്കം കൊടുക്കണം. അതിന് പകരം സ്പായിലോ ക്രോസ് മസാജിങ് പാടില്ല, അത് നമ്മുടെ സംസ്കാരത്തിനെതിരാണെന്ന് പറയുമ്പോൾ അതൊരു പിന്തിരിപ്പൻ ആശയമാണ്. അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ പുറകോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അതൊരു എന്താ പറയുന്ന ഒരു വലതുപക്ഷം, നിങ്ങൾ ഈ പറഞ്ഞ വലതുപക്ഷ പിന്തിരിപ്പൻ ചിന്ത അടിച്ചേൽപ്പിക്കുകയാണ്. അതിനെ പക്ഷെ സുഡാപ്പികളെല്ലാം ഭയങ്കര പിന്തുണയായിരുന്നു. വി രാജേഷിന് കീ ചെയ്യുന്നതാണ്. അവിടെ അവർ ഒരു താലിബാനിസ്റ്റിക് അപ്രോച്ച് അവർക്ക് അവിടെ അത് തമ്മിൽ പിന്നെ സിങ്കാവും. അപ്പോൾ അതിനെ അല്ല, ഞാൻ പറയുന്നത് അതിനേക്കാളൊക്കെ ഗുരുതരമായ കാര്യമാണ് ഈ സെക്യുലറിസം എന്ന് പറയുന്നത്. നമ്മളുടെ ഭരണഘടനാപരമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. ആ വാല്യൂവിനെയാണ് ഇത് നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഈ വലതുപക്ഷ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അത് ഇറോഡ് ചെയ്യുന്നത് ഈ സെക്യുലർ വാല്യൂസിനെ. അപ്പൊ നമ്മൾ ആ സെക്യുലർ വാല്യൂസിനെ ഇറോഡ് ചെയ്യുന്നു എന്ന് ഞാനിപ്പോ പറയുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൽ ഹിന്ദുത്വ വന്ന് എന്തോ ചെയ്യുന്നേ നിങ്ങൾക്ക് തോന്നുള്ളൂ. പക്ഷെ ഇത് ഹിന്ദുത്വ വരുന്നതിന് മുന്നേ ഈ സാധനം ഇറോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങി വെക്കുന്ന ആരാണ്? അത് ഈ പറയുന്ന ഈ ലോബിയാണ്. അതിനെയാണ് ഈ UDF കൂട്ടുപിടിച്ചത്. ഈ സാധനം കൂട്ടുപിടിക്കാൻ സാധ്യത ലോകത്തെമ്പാടും പിടിച്ചിട്ടുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ. ഇടത് ലിബറലുകളുടെ ഒരു വലിയൊരു വീക്ക്നെസ് ആണ്. ലോകം മുഴുവൻ ഇവർ കയറിയിട്ട് അതെന്താന്ന് വെച്ചാൽ ഇവർക്ക് ഈ വിക്ടിം കാർഡ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവിടെ അവര് മറ്റേ ഈ എന്നാ പറയുന്നത് ഈച്ച ഇതിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ. അതെ. പക്ഷെ ഇനി അതിലൊരു വ്യത്യാസം, എന്തുകൊണ്ട് ഇത് കൂടുതൽ അപകടകരമാകുന്നു. അതായത് ഇപ്പൊ സാധാരണ ഇടതുപക്ഷത്തിനോടൊപ്പം കൂടുമ്പോൾ അവിടെ സംഭവിക്കുക ഇടതുപക്ഷം ഈ വിക്ടിം കാർഡ് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ വിഷയങ്ങളാണ് പറഞ്ഞിട്ട് പോവുക. ഈ UDF അതിനേക്കാൾ ഗുരുതരമായ കാര്യം ചെയ്യുന്നത്. അവര് ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജിനെ വെളുപ്പിക്കുകയാണ്. അവര് തള്ളി എന്ന് പറയുന്നു. ഇപ്പൊ അവർക്ക് ജനാധിപത്യം ഓക്കെ ആണെന്ന് പറയുന്നു. അതായത് ജമാഅത്ത് ഇസ്ലാമിക്കാർ നടത്തുന്ന ആ മറ്റേ ക്ലാസ് ഇന്നിപ്പോ VD സതീശൻ ഇരുന്ന് എടുക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത് പുള്ളിക്ക് വായിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളും വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ കിട്ടുന്ന ഒരു സാധനമാണോ അത്? അല്ല. നിങ്ങൾക്കിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പുള്ളിക്ക് ഇപ്പൊ ഒരാള് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി വന്നിട്ട് പറയാണ്, ഇപ്പൊ ഞാനൊരു പാർട്ടി ഉണ്ടാക്കി, എന്നോട് വന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് അവർ പറയാണ്, അതായത് നമ്മൾ അടുത്ത ഇലക്ഷന് ആരിഫിന്റെ പാർട്ടിക്കാണ് നമ്മൾ വോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ട നിങ്ങൾ വോട്ട് ചെയ്തെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ വോട്ട് ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അത് അത്രേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ വോട്ട് വേണം, നിങ്ങൾ നല്ലവരാണ് എന്ന് പറയുമ്പോൾ അത് നല്ലവരാണ്, നിങ്ങൾ പഴയതല്ല. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു അപകടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ അവർക്ക് മറ്റേതൊരാൾക്കും ഈ പറയുന്ന സാധനം വെച്ച് നീട്ടാനും ഇത് അവർക്ക് തള്ളാതിരിക്കാൻ, അതായത് ഇപ്പൊ ഈ സെയിം സാധനം അടുത്ത തവണ വേണമെങ്കിൽ LDF സംഭവിക്കാം. അന്ന് നമ്മൾ LDF തള്ളും. പക്ഷെ LDF മുന്നിൽ ഇന്ന് നമ്മൾ വെക്കേണ്ടത് ഇത് UDF എതിർപ്പല്ല, അതിനു പകരം UDF ഏറ്റുപിടിക്കുന്ന ഈ കൂട്ടരെ UDF ആണെങ്കിലും LDF ആണെങ്കിലും മത തീവ്ര ശക്തികളെ തുല്യമായിട്ട് തന്നെ എതിർക്കണം. അവരെ ആര് എൻഡോഴ്സ് ചെയ്യുന്നോ അവരെ നമ്മൾ തള്ളിക്കറയും. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ BJP വളരും. ഇതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ എല്ലാവരും പറയുന്നത് വർഗീയത. BJP വളർന്ന എന്നാ കുഴപ്പം എന്ന് ചോദിച്ചാലോ? BJP വളർന്നാൽ കുഴപ്പം, തന്നെ വളർന്നാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലോ അവർ വളരുന്നത്. വളർത്തുകയാണ് അവര് വളരുന്നത് ഫോഴ്സ്ഫുൾ വളർത്ത് വരുമ്പോ അതിനകത്ത് BJP തന്നെ കൺസർവേറ്റീവ് ആൾക്കാരുടെ കയ്യിലേക്ക് ഇതിന്റെ കടിഞ്ഞാൻ വരും. അതായത് BJP വളരുന്നത് എന്ത് പറഞ്ഞിട്ടാ? BJP വളരുന്നത് നിങ്ങൾക്ക് അതായത് ഇപ്പോ 15 പാലം ഈ LDF പണിതു. അതിന് മുന്നത്തെ ഗവൺമെന്റ് UDF 12 പാലേ പണിതിട്ടുള്ളൂ. BJP ഒന്ന് പറയാണ് ഞങ്ങൾ വന്ന 20 പാലം പണിയും, നമുക്ക് BJPക്ക് വോട്ട് ചെയ്യാം. ഇതാണോ അവിടെ സംഭവിക്കണത്? ഇവിടെ വരുന്നത്, ഇവിടെ ഹിന്ദു അപകടത്തിലാണ്, ഇവിടെ മുസ്ലിങ്ങൾ അവിടെ കൈയടക്കുന്നു, ഇത് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇത് അപകടമാണ്. ഇത് ഈ റാഡിക്കലൈസേഷൻ ആണ്, പോളറൈസേഷൻ ആണ് ഇത് കൂടുതൽ വഴിവെക്കുക. ഇത് കൂടുതൽ ഈ ശക്തി ഉണ്ടാവുകയാണ് ചെയ്യുക. ഇനി ഇതിൽ LDF ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ സത്യത്തിൽ ഇന്ന് UDF ഭാഗമായിട്ട് നിൽക്കുന്ന, മീൻസ് അവർക്ക് ഒപ്പം നിൽക്കുന്ന, UDF വെളുപ്പിച്ചു കൊടുക്കുന്ന ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് മൈലേജ് കിട്ടിയിട്ടില്ല. അവര് പരിങ്ങി നിൽക്കുകയാണ്. അതിന്റെ കാരണം ഇതിനെ എതിർത്തത് BJP അല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഈ LDF എതിർത്തോണ്ടാണ്. ഇത് എതിർത്തിരുന്നത് BJP ആയിരുന്നുണ്ടെങ്കിൽ ചിത്രം അപ്പൊ ഇരവാദം വരും. ഇതിപ്പോ ഇരവാദം പോലെ അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരേ ഒരു കാരണം, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് VD സതീശൻ ഇത്രയും പറയാൻ അത്രയും വലിയൊരു ശക്തിയാണോ ജമാഅത്തെ ഇസ്ലാമി? അല്ലെന്നേ. പക്ഷെ ഇപ്പൊ അല്ലാന്നല്ലേ ഉള്ളൂ. നമ്മൾ പറയും മുസ്ലിങ്ങളിൽ ചെറിയ ശതമാനമാണെന്നാ പറയാ. ഈ മുസ്ലിങ്ങളുടെ ചെറിയ ശതമാനം മതി ഇവർക്ക്. ഇവര് സംസാരിക്കാൻ മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഇപ്പൊ തന്നെ നോക്കൂ, ഈ മതരാഷ്ട്രവാദം ഞങ്ങൾ തള്ളി എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഇവർ പറഞ്ഞെന്താ, ഒരു സത്യവിശ്വാസിക്ക് ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് പറയുന്ന സാധനത്തെ തള്ളാൻ കഴിയില്ല എന്നാ പറഞ്ഞു. ഇത് പറഞ്ഞു.
ഇനി അപ്പുറത്ത് പോയിട്ട് സമസ്തയുടെ ആൾക്കാർ എന്താ പറയുന്നത്? ഇസ്ലാമിക റിപ്പബ്ലിക് അതുള്ള സാധനമാണെന്ന് പറഞ്ഞു. എന്നാ മിണ്ടായിരിക്കാൻ പറ്റില്ല, ഇന്നസെന്റിന്റെ കൂട്ട് എവിടെയെങ്കിലും പോയി വിളിച്ചു പോകും. അതായത് ഇസ്ലാമിക റിപ്പബ്ലിക് ഉള്ളതാണെന്ന് സമസ്ത പറയുന്നു. ഇതിനെ തള്ളാൻ കഴിയില്ല സത്യവിശ്വാസിക്ക് വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമി പറയുന്നു. വി.ഡി. സതീശൻ പറയുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് ഇല്ലാന്ന്. സത്യത്തിൽ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടെന്നല്ലേ വന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഇല്ല എന്ന് പറഞ്ഞത് ആരാ? ചെറിയ ശതമാനം ജമാഅത്ത് ഇസ്ലാമി മാത്രം. അപ്പൊ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോടൊപ്പമാണ്. അത് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതായത് ഒരു സർവേ നടത്തുക മുസ്ലിങ്ങളുടെ ഇടയിൽ, ഇന്ത്യയിൽ ഇസ്ലാമിക ശരിയ ഭരണം വേണോ വേണ്ടേ? ഇന്ന് നമ്മളൊരു സർവേ നടത്തി കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ്, പിന്നെ കോളിംഗ് ഉള്ളതുകൊണ്ട് മാത്രം കുറെ മുസ്ലിങ്ങൾ ഇന്ന് വേണ്ടെന്ന് പറയും. പക്ഷെ ഈ UK അതുപോലെ ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള പല സർവേകളിലും അവിടെ എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ആ മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ പറയുന്ന സർവേ നടത്തുമ്പോൾ 10 പേരെ സർവേ നടത്തിയിട്ട് 7ഉം 6ഉം പേരും പറഞ്ഞ് ഇസ്ലാമിക ഭരണം വേണം. അത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിക ഭരണം അല്ലെങ്കിലോ? അവരുദ്ദേശിക്കുന്ന ഒരു വളരെ നല്ല ഒരു ഇസ്ലാമിക, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വി.ഡി. സതീശനോട് ചോദിക്കാനുള്ളത്, നല്ല ഇസ്ലാമിക ഭരണമുള്ള, യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണമുള്ള നല്ലൊരു പഞ്ചായത്തിന്റെങ്കിലും പേര് പറഞ്ഞുതരാന്നാണ് നമുക്ക് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്. അവർ ഈ അറബ് രാജ്യങ്ങളൊക്കെ പറയും, അത് അവർ സമ്മതിക്കണ്ടേ? UAE ഒക്കെ പറഞ്ഞു. അതാ പറഞ്ഞ UAE അത് പറയുന്നില്ലല്ലോ. അവരങ്ങനെ വെക്കുന്നുണ്ടോ ഒരു ഇസ്ലാമിക രാജ്യമാണെന്ന്? അവരുടെ പേപ്പറിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവര് തള്ളുകയല്ലേ, അവരവിടെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ സൗദി അറേബ്യയിലാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എന്താണ്? ഇസ്ലാമിക നിയമങ്ങളെ അവർ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഇപ്പൊ കുറെ മൊല്ലാക്കന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഈ ഒരു വിഷയത്തിന്റെ ഇടയിൽ MBS ചെറിയൊരു അടിപതറി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതവിടെ ഇനി എന്താവെന്ന് കണ്ടറിയാം. ജൂതവിരുദ്ധതയൊക്കെ വരുന്നു, ഇന്ത്യ വിരുദ്ധത വരുന്നു, കാഫറുകൾ എന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കുന്നത് ഇന്ത്യക്കാരെ. ആ നിലയിലേക്കൊക്കെ ഈ സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു മാറ്റമുണ്ട്. അപ്പം ഇസ്ലാമിക രാജ്യം തള്ളി എന്ന് പറയുന്നത് വളരെ ന്യൂനപക്ഷമായ ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ സ്വപ്നമായിട്ടിരിക്കുന്ന സാധനം. ഞാനൊക്കെ വിശ്വാസികൾ നമ്മൾ കൊണ്ടുനടന്നിരുന്ന, ഞാൻ ജമാഅത്ത് ഇസ്ലാമി ആയിട്ടല്ലോ. കാരണം ഓരോ മുസ്ലിമിന്റെ ഉള്ളിലുള്ള ബോധം എന്താണ്? ഇസ്ലാമിക ഭരണമാണ് ഏറ്റവും നല്ലത്. അതെ, ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഈ ഇത് കേൾക്കുന്ന ആൾക്കാർക്കും കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നത്, ഈ ഓരോ മുസ്ലിമിന്റെ ഉള്ളിൽ ഇസ്ലാമിക ഭരണം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെ ഒരു ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും സ്ഥാനം അവൻ എങ്ങനെയാ കാണുന്നത്, എങ്ങനെയാണ് പെർസീവ് ചെയ്തിരിക്കുന്നത്? നോർമൽ അതവർക്ക് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും അവരത്, അതാണ് ഞാൻ പറയുന്നത്, വേണമെന്ന് പറയുന്നത്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിക്ക് അത് അറിയാം. ജമാഅത്ത് ഇസ്ലാമിക്ക് അറിയാം, അതിന്റെ ലീഡേഴ്സിന്, അതിന്റെ പ്രീച്ചേഴ്സിനൊക്കെ അറിയാം. പക്ഷെ ഈ സാധാരണ ആൾക്കാര്, ഞാനീ പറയുന്ന വോട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല. അങ്ങനെ വന്നു കഴിയുമ്പോ ഈ മറ്റുള്ള വിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കണമെന്ന് ഈ സാധാരണ വിശ്വാസി അറിയണമെന്നൊരു നിർബന്ധവും ഇല്ല. പിന്നെ അവരുടെ കൺട്രോളിലും അത് അവരുടെ കൺട്രോളിലും അല്ല, ഇവർക്ക് അറിയേണ്ട കാര്യമില്ല. അത് പിന്നെ അവർ നോക്കിക്കോളും. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇസ്ലാമിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ലാം ഇങ്ങനെയാണ് പറയുന്നത്. ഇവർക്കൊന്നും അതിനെ എതിർക്കാൻ കഴിയില്ല അവർക്ക്. കാരണം അമീർ പറഞ്ഞാൽ കേൾക്കണം. അമീർ പറഞ്ഞ കേട്ടു വി.ഡി. സതീശൻ. ഇപ്പൊ തന്നെ കാഫിറായ വി.ഡി. സതീശൻ കേട്ടു അമീർ പറഞ്ഞത്. അപ്പൊ ഇനി ഭരണം വന്നു കഴിഞ്ഞാൽ അമീർ പറയണത് ബാക്കി മുസ്ലിങ്ങൾ കൂടി കേൾക്കണം. അത്രേ ഇവിടെ. അപ്പൊ ആ ബാക്കി മുസ്ലിങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരമാണ് അമീറിന്റെ വാക്കുകൾക്ക് വി.ഡി. സതീശൻ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത്. അതൊരു ദുരന്തമാണ്. അതാണ് ഇതിന്റെ പ്രശ്നം. അത് വി.ഡി. സതീശന് മനസ്സിലാവുന്നില്ല. ഇത് ഇങ്ങനെയാണ് ഇസ്ലാമിക ഭരണം ഓപ്പറേറ്റ് ചെയ്യുക. ഇത് പുസ്തകം വായിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. ഇത് ഒന്ന് തല അപ്പുറത്തേക്ക് പോകും. ഒന്ന് ഇടത്തോട്ട് നോക്കിയാൽ പാകിസ്ഥാനി കാണും, ഒന്ന് വലത്തോട്ട് നോക്കിയാൽ ബംഗ്ലാദേശിൽ കാണുന്ന സാധനം. അതവർ ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പൊ ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുമോ? അപ്പോ ഈ പണിമുടക്ക് ഇതിനെ മങ്ങിയോ ഈ സാധ്യത? ജനങ്ങളുടെ ഈ ഇലക്ഷന്റെ ഒരാഴ്ച മുമ്പത്തെ വരെ തലേന്ന് വരെയുള്ള ഇവന്റുകള് നമ്മുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കും. സോ നമുക്കതിനെ ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ചിട്ടൊന്നും വിലയിരുത്താൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ LDF ഇനിയും വരാനുള്ള സാധ്യത കുറവാണ്. UDF തന്നെ വരും. കാരണം ഒരു ഭരണമാറ്റം പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ UDF വരുമ്പം മുന്നിലോട്ടുള്ള ചലഞ്ചുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ വലുതാണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ടഫ് ഫോർ ദം. ഈവൻ പൈസ കണ്ടെത്താനും കമ്മിറ്റ്മെന്റ്. പിന്നെ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പം അവർ വേറെ ലെവലാണ്. ഇതുപോലെയൊന്നും ആയിരിക്കത്തില്ല സമരമൊന്നും. UDFന് ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതായത് രണ്ട് സ്ഥലത്തു നിന്ന്, പ്രതിപക്ഷത്തു നിന്ന് ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു ഭയങ്കര റെസിസ്റ്റൻസ്, പിന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള BJPയുടെ ഒരു റെസിസ്റ്റൻസ്. സോ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ദം. അത് ഒരു നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു ഗട്ട് ഫീൽ UDF വരുമെന്നാണ്. ഓക്കെ, എൻ്റെ ഗട്ട് ഫീലിംഗ്
LDF തന്നെ വീണ്ടും വരും എന്നുള്ളതാണ്. കാരണം LDF എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിട്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവര്. അടിസ്ഥാനപരമായിട്ട് കുറെ ആളുകൾക്ക് പല കാര്യങ്ങൾ ചെയ്തത് പെർസീവ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് BJPക്ക് വലിയൊരു വോട്ട് ബാങ്ക് ഇവിടെ വളർന്നിട്ടുണ്ട്. അപ്പൊ ആ സ്പ്ലിറ്റ് കുറെയൊക്കെ വോട്ടിനെ മാറ്റും. BJPക്കാർ വിചാരിച്ചാൽ LDF വരും. അതാണ്. അതായത് BJPക്കാർ ഇത്രയും വിചാരിച്ചാൽ മതി, LDF ഓരോ മണ്ഡലത്തിലും ഈ ഹിന്ദു വിരുദ്ധത പറയുന്നവര് അല്ലെങ്കിൽ മത തീവ്രവാദത്തെ താലോലിക്കുന്നവർ വ്യക്തികൾ ആരാണെന്ന് നോക്കിയിട്ട് അവരെ പരാജയപ്പെടുത്തിയാൽ മതി. അതായത് നിങ്ങൾക്ക് 140 മണ്ഡലങ്ങളിലും ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കുറെ പേരെ പരാജയപ്പെടുത്താൻ പറ്റും. അത് ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ CPM-ന് അധികാരത്തിൽ വരാൻ സാധിച്ചേക്കാം. അത് അങ്ങനെ തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. BJPയുടെ റോളാണ് ഇവിടെ നിർണായകമാവാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ UDF-ന് കൂടുതൽ സാധ്യത അത് അങ്ങനെ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ UDF പുഷ്പം പോലെ വരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇവരുടെ ഇപ്പൊ ഇന്ന് ഷാഫിയും VD സതീശനും കൂടെ സ്റ്റേജ് കയറുന്ന മൈക്കിന് വഴക്കുണ്ടാക്കുന്നത് കാണുന്നുണ്ട്. അതാണ് നമ്മൾ 2 മൈക്ക് വെച്ച നമ്മൾ 2 മൈക്ക് വെച്ച പ്രശ്നം പരിഹരിച്ചിരിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഇവരുടെ ഇപ്പം ഇവര് ഇതിനോട് ചോദിച്ചാൽ ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങൾ അങ്ങനെ മൈക്കിന് തല്ല് പിടിക്കും, ഉണ്ടപ്പിടുത്തം പിടിക്കും. പക്ഷെ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് വളരെ റോങ് ആണ്. അതാ ഞാൻ പറഞ്ഞ ഇലക്ഷന്റെ തലേന്ന് വരെ നടക്കുന്ന ഇവന്റുകൾ എന്തും നമ്മുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. പിന്നെ ഞാൻ എന്തായാലും LDF-ന് വോട്ട് പിടിക്കാനുള്ള ഒരു പരമ്പര തന്നെ ആരംഭിക്കാനുള്ള പരിപാടിയിലാണ്. അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ പോരുന്നോ? ശരിയായ കാര്യങ്ങളാണെങ്കിൽ നമ്മളെല്ലാം ഫുൾ സപ്പോർട്ട്. അതായത് പ്രത്യേകിച്ച് UAE വന്നിട്ട് കേരളം തേടി വന്ന ഒരു 3.0 അല്ലേ? കേരളം പോലെ ഇത്ര ഒരു ഡെവലപ്ഡ് നേഷനിലേക്ക് വരാൻ ഞാൻ ആലോചിക്കണത്. നമ്മള് കാസർഗോഡ് നമ്മൾ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കുക ഒരാഴ്ച, കാസർഗോഡ് നിന്ന് ഒരു യാത്ര മലയോര ഹൈവേ വഴി പോരുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ട് വീണ്ടും നമ്മൾ മറ്റേ നവകേരള യാത്രയാണ്. നവകേരള യാത്ര നമ്മൾ റെക്കോർഡ് ചെയ്യുക, ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു, കാഴ്ചകൾ റെക്കോർഡ് ചെയ്യുന്നു, ഇടുന്നു, നാട്ടുകാരുടെ പൾസ് നമ്മൾ അറിയുന്നു, നമ്മൾ നാട്ടുകാരോട് നേരിട്ട് ചോദിക്കുന്നു എങ്ങനെ ഉണ്ടാവും ഒരു യാത്ര നടത്തിയാൽ. അതൊരു പരിപാടിയാക്കിയല്ല, സീരിയസ് ആയിട്ട് ഞാൻ ആലോചിക്കായിരുന്നത്. ഒരു 10 ദിവസം ലീവ് എടുത്തിട്ടാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്കൊരു ബാലൻസ് പോവാം. ആരിഫ് LDF-ന് വേണ്ടിയിട്ട് സംസാരിക്കാം, ഞാൻ UDF-ന് വേണ്ടിയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത്. അപ്പൊ ആൾക്കാരുടെ അടുത്ത് ഞാനൊരു പ്രോ UDF ആയിട്ട് അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആരിഫ് പ്രോ LDF ആയിട്ട് ചോദ്യം ചോദിക്കും. അപ്പൊ നമുക്ക് ഒരു പെർസ്പെക്റ്റീവും ആൾക്കാരുടെ മുന്നിലേക്ക് വെക്കാം. ഇടയ്ക്ക് BJPയുടെ കാര്യം ചോദിക്കാം, അവര് കേൾക്കുന്ന ആൾക്കാർ നിരാശപ്പെടുന്നു. എന്താ സംഭവിക്കാന്നറിയാലോ. അതെ, അത് 2 വഴിയും പോകണം. മലയോര ഹൈവേ, പിന്നെ നമ്മളെ തീരദേശ ഹൈവേ, ഇത് 2ലും പോവാം. മറ്റേ നടുവ് കൂടെ ഇനി പോയിട്ട് കാര്യമില്ല, മൊത്തം ഫ്ലൈ ഓവറാണ്. അല്ല, അങ്ങനെ ഒന്ന് പോയി ഇത് ഒന്ന് വിലയിരുത്തി ഒരു പൾസ് അറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു വണ്ടി ഓടിച്ചു പോകുന്നവന്മാരുണ്ടല്ലോ, നമ്മളുടെ അല്ലെന്ന് MVD ഒക്കെ പിടിച്ചിട്ട് അതേമാതിരി നമുക്കൊന്ന് പ്ലാൻ ചെയ്യാന്നേ. അപ്പൊ അത് പൊളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും അറിയണം. അപ്പൊ നമുക്ക് ആർക്കാണ് വോട്ട് എന്നുള്ള ഒരു ചോദ്യം, അതിന് കാരണമാണ് നമുക്ക് അറിയേണ്ടത്. അവരെത്രത്തോളം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു പ്ലാൻ. പക്ഷെ ഈ ആൾക്കാര് ലോക്കലി വോട്ട് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ഇപ്പൊ LDF-നെന്ന് പറഞ്ഞാലും വോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ UDF-നാവാം. അതുകൊണ്ട് സർവേ ഒരു സാമ്പിൾ സർവേ ഒക്കെ എടുത്ത് പോവാം. വോട്ടുകാരെന്ന് ചോദിച്ചാലും ചോദ്യം അങ്ങനെ വെക്കുന്നേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടുകളാണ്. ഈ സർക്കാരുകൾ എന്ത് മാറ്റമാണ് അവർ കേരളത്തിൽ അവരെങ്ങനെ പെർസീവ് ചെയ്യുന്നു, ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഒരു പെർസെപ്ഷൻ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ BJP-നെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് പല പെർസെപ്ഷൻ ഇപ്പൊ ഉണ്ട്. ഹൈവേ അത് ഇതെന്നൊക്കെ പറഞ്ഞ മാതിരി. LDF-നെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് അവർ പെർസെപ്ഷൻ? പോറ്റിയാണോ കടന്നു വരുന്നത്, അതോ വേറെ വല്ലതാണോ? ക്ഷേമ പെൻഷൻ ആണോ? അതെ, ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടോ, UPI മറ്റേ ക്രെഡിറ്റ് ആയതിന്റെ ആണോ, എന്താന്നുള്ളത്. അപ്പൊ അത് നമുക്കൊന്ന് ചോദിക്കാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വേറെ കാര്യമുള്ളത്, ഇപ്പൊ നമ്മളുടെ പഞ്ചായത്തിൽ ഒരു റോഡ് കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തുന്നില്ല, നമ്മൾ മുഖ്യമന്ത്രിനെയാണ് കുറ്റം പറയുന്നത്. സത്യത്തിൽ അത് അവിടുത്തെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ആള്, ആ ലോക്കൽ ബോഡിയിലെ ആള് വിചാരിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ. അപ്പൊ സംഭവിക്കുന്നത് ഈ ലോക്കൽ ബോഡിയുടെ ഇൻഎഫിഷ്യൻസി പോലും പലപ്പോഴും
ചെന്നെത്തുന്നത് സംസ്ഥാനം ഭരിക്കുന്ന ഭരിക്കുന്ന ആളുടെ തലയിലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ സത്യത്തിൽ എത്ര മേയറുണ്ട്? ഒറ്റ മേയറേ ഉള്ളൂ. ഇപ്പൊ ഒറ്റ മേയറല്ലേ ഉള്ളൂ. ഒറ്റ മേയർ പോയി ബാക്കി മേയർമാര് അല്ലേ? അപ്പൊ സത്യത്തിൽ എല്ലാ മേയർമാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ഭയങ്കര ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലേ അത്? ഒരു മേയർ ബിജെപിക്കാരനായതുകൊണ്ട് ബിജെപിക്കാരൻ ഫുള്ള് മീഡിയ അയാളുടെ പുറകിൽ. അയാളൊന്ന് വിവരാശ് ഒരു മുഖ്യമന്ത്രി സ്റ്റൈല്, മുഖ്യമന്ത്രിയുടെ ഗമയായി, പവറായി, അത്രയും വിസിബിലിറ്റിയാ. എനിക്ക് വേറെ ഒരൊറ്റ കോർപ്പറേഷനിലെ മേയറെ അറിയത്തില്ല. ആരാന്നോലും ആർക്കും അറിയത്തില്ല. ഒരു കൊല്ലംകാരൻ കമന്റ് ഇട്ടിരിക്കുക എന്റെ പോസ്റ്റിന്റെ ഇടയിൽ. സത്യം, ഞാനൊരു കൊല്ലംകാരൻ, എന്നോട് മേയർ ആരാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാവർക്കും തിരുവനന്തപുരത്ത് മേയർ അറിയാം. അപ്പം എന്നോട് പറഞ്ഞു ആര്യ രാജേന്ദ്രനും ഇതുപോലെ ആയിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലോകം ആദരിച്ച ഒരു യുവതിയാണ്. പിന്നെ കാർ റേസറാണ്, പിന്നെ ബ്രിട്ടീഷ് പാർലമെന്റ് പ്രത്യേക അവാർഡ്. അപ്പം അത്രയും വലിയൊരു സെലിബ്രിറ്റിയും വി രാജേഷിനെയും കമ്പയർ ചെയ്യുന്നത് ശരിയല്ല അല്ലേ? പിന്നെ മാത്രമല്ല, ഇനിയിപ്പോ ആള് ചെയ്തൊരു കാര്യം, ഇപ്പൊ ഈ തെരുവ് നായ്ക്കളുടെ ഒരു വിഷയം ചർച്ച ചെയ്തു. അതെല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്, കേരളം മൊത്തം അറിഞ്ഞൊരു വിഷയമാണ്. അതായത് തിരുവനന്തപുരത്തെ ഈ പറയുന്ന തെരുവുനായ ശല്യം ഡീൽ ചെയ്യാൻ ഈ മേയറിനെ കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതേ തിരുവനന്തപുരത്ത് തന്നെ അല്ലേ നമ്മളെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നു, മുഖ്യമന്ത്രി ഇരിക്കുന്നു, ബാക്കി മന്ത്രിമാരിയ്ക്കുന്നു. അവർക്ക് എന്താ സാധിക്കാതെ പോകുന്നത്? തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നവർക്ക് അത്ര ഇഷ്ടമില്ല, അതായിരിക്കും. ഓക്കെ, എന്തായാലും ആ ഒരു മോഡലിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ലോക്കൽ ബോഡിയെ എംപവർ ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട് സത്യത്തിൽ. അത് ആളുകൾക്ക് എത്രത്തോളം അവബോധം ഉണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ശരിക്കും അവിടെ തന്നെ പല കാര്യങ്ങളും തീർക്കാവുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ. സോ നമുക്ക് ഈ യാത്ര ഒന്ന് പ്ലാൻ ചെയ്യാം പറ്റുമെങ്കിൽ. അപ്പൊ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പോൾ വീണ്ടും നമ്മൾ കൈ ആരെകൾ കാണുന്നില്ല, കൈ കാണുന്നില്ല. യെസ്, ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ മതി. അല്ല, ആളുകൾ പറയും അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ സ്ക്രീൻ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.